ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് അവസാന സീനായിട്ട് നമ്മൾ കാണുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയോടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കളിയാണ് കേട്ടോ. സത്യം പറയണം, ഇല്ലെങ്കിൽ പണിഷ്മെന്റ്. അപ്പം അങ്ങനെയാണ് കളിയ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ സത്യം പറയാം, ഇല്ലെങ്കിൽ സത്യം പറയാതിരുന്നിട്ട് എന്തെങ്കിലും പണിഷ്മെന്റ്. അപ്പം ആ ഒരു കളിയാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ നമ്മുടെ വർഷയോട് ചോദിച്ചു നമ്മുടെ സുധി ഇതുവരെ വീട്ടുകാരിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ടുള്ള ഒരു കള്ളത്തരം എന്താണെന്ന്. അപ്പോഴത്തേക്കും വർഷ ചാടി കയറി പറയാണ് ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു വർഷ, നീ ഒന്നും മിണ്ടാതിരിക്കാൻ ശ്രീകാന്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു കേട്ടോ, മോളെ നീ ഒന്നും മിണ്ടണ്ട, ഏതായാലും നീ ഒളിപ്പിച്ചു വെച്ച കള്ളങ്ങളൊന്നും ഇവിടെ നീ പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനും കൈകൂപ്പി. കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ അയ്യേന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറെ ഒന്നും അല്ലാട്ടോ, നിങ്ങൾ അന്ന് ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റിൽ ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തന്നത് വെറുതെ ആയിരുന്നു, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്നാണ് ആ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സത്യം. അപ്പൊ അതാണ് അവിടെ നമ്മുടെ വർഷ പറഞ്ഞത്. അപ്പം വർഷയുടെ ഇത് പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പാസ് വേറൊന്നുമല്ല, അത് ആ ക്വസ്റ്റ്യൻ വേണ്ടാന്ന് വെച്ചിട്ട് പാസ് ചെയ്തത് നമ്മുടെ ശ്രുതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ശ്രുതി എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ശ്രുതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെച്ചത് കുറെ ഉണ്ടല്ലോ. പറയാനും പറ്റില്ല, പറയാതെ ഇരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റും, നോണ പറയുന്ന കൂട്ടത്തിലുള്ളതാണല്ലോ നമ്മുടെ ശ്രുതി. അതുകൊണ്ട് ശ്രുതി ഒന്ന് ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്, വെപ്രാളപ്പെടുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഇതെന്താ ശ്രുതി ചേച്ചി എന്താ ഇത് പറയാൻ ഇത്രയ്ക്ക് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, കള്ളത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവൾക്ക് പറയാൻ കിട്ടത്തുള്ളൂ. അവളുടെ മനസ്സിൽ കള്ളത്തരം ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ടാണ് അവള് പറയാത്തതെന്ന് പറഞ്ഞു. സച്ചി ആണെങ്കിൽ ഇത് കേട്ട ഉടനെ തന്നെ സച്ചിക്ക്, അതായത് ശ്രുതിയോടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പൊ അത് പെട്ടെന്ന് കേട്ടപ്പോ തന്നെ നമ്മുടെ സച്ചിക്ക് അറിയാലോ ഇപ്പം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരം എന്താ, വേറെ ഒന്നുമല്ല, നമ്മുടെ ബീരാനിക്കാന്റെ കള്ളത്തരം തന്നെയാണ്. അപ്പൊ നമ്മുടെ സച്ചി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കാണോ കള്ളത്തരം ഇല്ലാത്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ ശ്രുതി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയാണ്. എന്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്, അതും ആ പറയുന്ന രീതി ശൈലിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വെപ്രാളം പോലെ തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രേവതിക്ക് ആ ക്വസ്റ്റ്യൻ പോയത്. അപ്പൊ രേവതിയോട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ രേവതിക്ക് പോയി. അപ്പൊ രേവതി പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഒത്തിരി ആലോചിക്കൊന്നും വേണ്ട, ഞാൻ എന്തിനാണ് ഒത്തിരി ആലോചിക്കുന്നത്, എനിക്ക് കള്ളത്തരം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിനെ ഒന്ന് ആക്കി പറഞ്ഞതാണ് കേട്ടോ. ശ്രുതിനെ ആക്കി എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ആക്കി പറഞ്ഞതാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് കുനിഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ അച്ചമ്മ പറഞ്ഞ, അതൊക്കെ പോട്ടെ, വേറെ വല്ല ക്വസ്റ്റ്യനും ചോദിക്കിനി, ഇനിയിപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് ആഗ്രഹം, മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം എന്താ, മോളുടെ ആഗ്രഹം എന്താന്ന് ഇങ്ങനെ അച്ചമ്മ ചോദിക്കാം. അപ്പോഴാണ് നമ്മുടെ രേവതി പറഞ്ഞത്, എനിക്ക് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അനിയത്തിക്ക് നല്ലൊരു ജോലി കിട്ടണം, അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണം, അതുപോലെ തന്നെ എൻ്റെ അനിയന് നല്ലൊരു ജോലി കിട്ടി എൻ്റെ അമ്മേനെ പൊന്നു പോലെ നോക്കണം, അതൊക്കെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ ആഗ്രഹമല്ലല്ലോ, മോളുടെ ആഗ്രഹമല്ലല്ലോ അത് അവരുടെ ആഗ്രഹവും കൂടിയല്ലേ, അത് അവർക്ക് വേണ്ടിയുള്ളതല്ലേ, അല്ല മോൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ ചിന്തിച്ചിട്ട് അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു, നിനക്ക് ആഗ്രഹമൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോകണം, ഇപ്പൊ സച്ചേട്ടന്റെ കൂടെ നല്ല രീതിയിൽ തന്നെയാണല്ലോ ഞാൻ ജീവിക്കുന്നത്, ഇപ്പൊ ഇതെനിക്ക് മതി, എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അച്ചമ്മ പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്, ഇവരൊക്കെ പറഞ്ഞതിനേക്കാളും എത്ര നല്ല മനോഹരമായ വാക്കുകളാണ് രേവതി പറഞ്ഞിരിക്കുന്നത്. അവളുടെ മനസ്സിന് കണ്ടോ, അവളുടെ മനസ്സിന് അവൾക്ക് എന്ത് കിട്ടിയാലും അവൾ തൃപ്തി കൊള്ളുന്ന അവളുടെ മനസ്സ് കണ്ടോ, ഇതാ എല്ലാവരും കാണേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ തുടങ്ങി രേവതി പുരാണം എന്നും പറഞ്ഞു ചന്ദ്ര. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് കേട്ടോ, എങ്കിൽ പിന്നെ ഇവൾക്കോ ആഗ്രഹമില്ല, നിനക്ക് എന്താണ് ആഗ്രഹം, നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങോട്ട് ഇമോഷണലായിട്ട് സച്ചി പെട്ടെന്ന് പറഞ്ഞു, അച്ഛമ്മ ഓർക്കണുണ്ടോ, ചെറുപ്പത്തിലെ എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരുടെയും കൂടെ കൈ പിടിച്ച് എന്നെ ഇവിടെ ഒരു പൊങ്കലിന് തന്നെ കൊണ്ടാക്കണത് ഓർക്കണുണ്ടോ, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, അമ്മേനെ കാണണം എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു. എൻ്റെ അമ്മയുണ്ടല്ലോ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും
എന്നെ നോക്കിയിരിക്കുന്നതും, അതുപോലെ കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വരുമ്പം എന്നെ തലോടുന്നതും, ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി വീണിട്ട് വരുമ്പം ഓടി വന്ന് എൻ്റെ ഉടുപ്പിലെ ചെളിയൊക്കെ തൂത്ത് കളഞ്ഞ് എന്നെ വേറെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നതും, അതുപോലെ ഒത്തിരി 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 ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും അതിശയിച്ച് പോവാണ്, നമ്മുടെ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? പെട്ടെന്ന് ചന്ദ്രയും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയുണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന്. പക്ഷെ നമ്മുടെ സച്ചിയുടെ മനസ്സിലെ ആഗ്രഹമാണ് സച്ചി പറയുന്നത്, അല്ലാതെ നടന്ന സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മുടെ സച്ചി പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം അത് എനിക്ക് വാനോളമാണ്. അതെനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയിൽ നിന്ന് കിട്ടുന്ന വാത്സല്യം എനിക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അത് 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 വേറെ ഒരിടത്തു നിന്ന് നമുക്ക് കിട്ടാത്തതാണ്. അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാത്സല്യം അത് അമ്മയ്ക്ക് അമ്മ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇമോഷണലായി നമ്മുടെ സച്ചി അങ്ങ് കരയാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കും അച്ചമ്മയ്ക്കും രവീന്ദ്രനും ഒക്കെ എന്തോ പോലെ ആകും. അപ്പം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കള്ളത്തരം അത് പറയാനും കൂടി ആ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. ആഗ്രഹവും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കള്ളത്തരവും, ഇന്നേ വരെ ആരുടെയും മുമ്പിൽ പറയാത്ത ഒരു കള്ളത്തരം. അപ്പം ആ ഒരു കള്ളം പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ആ ഒരു എന്താ പറയുക, താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കള്ളത്തരം എന്ന് പറയുന്നത് അതെൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ആ ഒരു കള്ളത്തരം അത് കാരണമാണ് എനിക്ക് സത്യത്തിൽ സ്നേഹം കിട്ടാതിരുന്നതും എന്നെ സ്നേഹിക്കപ്പെടാതെ പോയതുമൊക്കെ ആ ഒരു കള്ളത്തരമാണ്. അതിന് കാരണക്കാരായവർക്ക് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സുധീനെ ഇങ്ങനെ നോക്കുക. സുധിയാണെങ്കിൽ ഇങ്ങനെ നെടുവീർപ്പിടുകയാണ് കേട്ടോ. ഒരു വിളറ് വെളുത്തിരിക്കുക നമ്മുടെ സുധി. അപ്പം നമ്മുടെ സുധി എന്തോ ചെയ്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സച്ചിയുടെ മേലാണ്. ഇപ്പം ഇത് ഞാൻ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ബോറായി പോയിരിക്കും. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ ഇത് വന്നിട്ടില്ല, നാളത്തെ വിശേഷത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നമ്മുടെ സച്ചി കടന്നു പോകുന്നത്. പക്ഷെ അവിടെ ആ ഒരു കള്ളത്തരം പറയുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ രവീന്ദ്രൻ്റെ ചങ്കുവേനെ എടുക്കുന്നു എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചങ്കി കൈവച്ചിട്ട് സച്ചി എടാന്ന് വിളിക്കുകയാണ്. അപ്പം അത് പറയരുത്, ആ കള്ളത്തരം വെളിയിൽ പറയരുത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നില്ല. എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി വിഷമിച്ച് പോയൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് ചെല്ലുക. രേവതി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, എന്താ സച്ചേട്ടൻ എന്താ പറ്റിയത്? സച്ചേട്ടൻ്റെ മനസ്സിൽ അമ്മയോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നോ? അതുമല്ല അമ്മ ഇങ്ങനെയൊക്കെ സച്ചേട്ടനോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ സങ്കല്പം, അതൊക്കെ ഒരിക്കലും എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്ന് സച്ചി ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോഴത്തേക്കും, അല്ല സച്ചേട്ടൻ ലാസ്റ്റ് എന്തോ പറയാൻ വന്നല്ലോ, എന്തോ കള്ളത്തരത്തിൻ്റെ കാര്യം, അമ്മ സച്ചേട്ടനെ സ്നേഹിക്കാത്തതിൻ്റെ കാര്യമൊക്കെ, അതെന്തായിരുന്നു? അതെന്നോട് പറയത്തില്ലേ? ഇല്ല രേവതി, അതിപ്പോൾ പോട്ടെ, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുക, ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോരുത്തരുടെ അച്ഛൻ്റെ അമ്മയുടെ കൈയൊക്കെ പിടിച്ച് സ്കൂളിൽ വരുമ്പോഴും, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു പുത്തനുടുപ്പ് ആഗ്രഹിച്ചെടുത്ത് തരുമ്പോഴും, അമ്മ ചോറ് വാരി തരുമ്പോഴും, അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. ഞാൻ സങ്കല്പിച്ച് തന്നെ ഞാൻ എൻ്റെ അമ്മേനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി സച്ചിനെ മടിയിൽ ഇങ്ങ് പിടിച്ച് കിടത്തിയിട്ട് പറയാണ്, നിങ്ങളുടെ ഭാര്യ മാത്രമല്ല ഞാൻ, നിങ്ങളുടെ സഹോദരിയും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ഫ്രണ്ടും എല്ലാം ഞാനാണ്. നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് നിങ്ങൾ കരുതരുത്, നിങ്ങൾക്ക് എല്ലാമായിട്ട് ഞാനുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു സീനോട് ഉണ്ട് കേട്ടോ. അടിപൊളി സീൻ തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പിന്നെ നമ്മുടെ ചന്ദ്രോദയത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ സീനുകളാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയുടെ നാക്ക് പൊങ്ങാൻ തുടങ്ങി. രേവതിയുടെ മുമ്പിൽ അവിടെ ചെന്നത് നമ്മുടെ ചന്ദ്ര എന്താ ചെയ്യുന്നത്? ഇടി ചായ ഇടടി, അതിടടി, ഇതിടടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഓർഡർ തുടങ്ങിയില്ലേ. മതി, നീ അവിടെ കിടന്ന് കുറെ കളിച്ചില്ലേ, അച്ഛമ്മ എന്ന് വിളിച്ച്. ഇവിടെ അച്ഛമ്മ എന്ന് വിളിച്ചാൽ വിളിയാക്കാൻ ആരും ഇല്ലടി, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇതെൻ്റെ വീടാന്ന് പറഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, എങ്കിൽ പിന്നെ എഴുതി അങ്ങോട്ട് നെറ്റിയിൽ ഒട്ടിച്ചോണ്ട് നടക്കാൻ പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അത് തന്നെയാണ് നല്ലത്, എഴുതി നെറ്റിയിൽ ഒട്ടിച്ചോണ്ട് നടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇങ്ങനെ രവീന്ദ്രനും പറയുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇവിടെ വരെ എത്തുമെന്ന് ഇനി അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഒത്തിരി നീട്ടി ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഭാഗം നാളെ കാണിച്ചില്ലെന്ന് വരും. പിന്നെ എനിക്ക് നാളത്തെ നെക്സ്റ്റ് വീക്കല്ല, പ്രേമവിശേഷം പറയാൻ നേരത്ത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവിടെ കൊണ്ടൊക്കെ ഞാൻ നിർത്തുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ പറയുന്നില്ല. അതിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഈ രീതിയിൽ തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.